നമസ്കാരം. ശബരിമല സ്വർണ്ണ കവർച്ചയുമായും അതോടൊപ്പം തന്നെ പഞ്ചലോഹ വിഗ്രഹക്കടത്തുമായും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ പ്രത്യേക അന്വേഷണ സംഘം SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അതീവ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. അന്വേഷണ പരിധിയിലുള്ള ഡി മണി എന്ന വ്യക്തി മറ്റാരുമല്ലെന്നും അത് MS മണി തന്നെയാണെന്നും പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. താൻ കേവലം ഒരു സാധാരണക്കാരനാണെന്നും ഈ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നുമാണ് സുബ്രഹ്മണി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത്. എന്നാൽ വിദേശത്തുള്ള ഒരു പ്രവാസി മലയാളി വ്യവസായി നൽകിയ കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള കണ്ണിയാണിതെന്ന് അന്വേഷണ സംഘം ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. തൻ്റെ യഥാർത്ഥ പേര് മറച്ചുവെച്ചും വ്യാജ മേൽവിലാസങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചും സുബ്രഹ്മണി നടത്തിയ നീക്കങ്ങൾ പോലീസിനെ കുറച്ചൊന്നുമല്ല കുഴപ്പിച്ചിരിക്കുന്നത്. ഈ കേസിലെ മറ്റ് പ്രധാനികളായിട്ടുള്ള ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരുമായുള്ള സുബ്രഹ്മണിയുടെ ബന്ധം അന്വേഷണത്തിൽ അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ വീക്ഷിക്കപ്പെടുന്നത്. ബാലമുരുകൻ എന്ന വ്യക്തി തൻ്റെ പേരും മേൽവിലാസവും ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ സിം കാർഡ് എടുത്ത ഒരു അപരിചിതനാണെന്ന് സുബ്രഹ്മണി മൊഴി നൽകിയെങ്കിലും ഇവർ തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ശ്രീകൃഷ്ണൻ എന്ന വിരുദനഗർ സ്വദേശിയിൽ നിന്നാണ് സുപ്രധാനമായ പല തെളിവുകളും വിവരങ്ങളുമൊക്കെ തന്നെ ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പഴയകാല ഇറിഡിയം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ശ്രീകൃഷ്ണൻ സുബ്രഹ്മണിയുടെ വിശ്വസ്തനായ സഹായിയായാണ് പ്രവർത്തിച്ചിരുന്നത്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരേ സമയം നടന്നേക്കാവുന്ന ഈ കള്ളക്കടത്ത് ശൃംഖലയുടെ പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. പ്രതിയായ MS മണിയുടെ സാമ്പത്തിക വളർച്ച പരിശോധിക്കുമ്പോൾ അവിശ്വസനീയമായിട്ടുള്ള മാറ്റങ്ങളാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. വെറും 6 വർഷം മുൻപ് സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്ന മണി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കോടികളുടെ ആസ്തിയുള്ള ഡയമണ്ട് മണിയായി മാറിയത് എങ്ങനെയെന്നത് ഏറെ ദുരൂഹത ഉണർത്തുന്നതാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ വേഷങ്ങളും പേരുകളും സ്വീകരിച്ചിരുന്ന ഇയാൾ സിനിമാ തിയേറ്ററിലെ പോപ്കോൺ വിൽപ്പനക്കാരൻ, ക്യാൻറ്റീൻ ഉടമ, ബ്ലേഡ് പലിശക്കാരൻ എന്നിങ്ങനെ വിവിധ വേഷങ്ങളിൽ ഡിണ്ടിഗൽ മേഖലയിൽ അറിയപ്പെട്ടിരുന്നു. നിലവിൽ വലിയ തോതിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്ന ഇയാളുടെ സാമ്പത്തിക സ്രോതസ് ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണവും വിഗ്രഹങ്ങളുമാണോ എന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു. ഇക്കാര്യം വ്യക്തമാക്കുന്നതിനായിട്ട് മണിയുടെ ബാങ്ക് ഇടപാടുകൾ വിശദമായിട്ട് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ SIT. ശബരിമലയിൽ നിന്ന് മോഷണം പോയെന്ന് പറയപ്പെടുന്ന 4 പഞ്ചലോഹ വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും ഒരു കീറാമുട്ടിയായി തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുടെ സംഘവും തമ്മിൽ വിഗ്രഹക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായിട്ട് സംശയിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ രേഖകളിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണൻ്റെ നമ്പർ കണ്ടെത്തിയത് ഈ സംശയത്തിന് അടിവരയിടുന്നതാണ്. എങ്കിലും ഡിണ്ടിഗലിലെ പരിശോധനയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മോഷണ മുതലുകൾ നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേരള പോലീസ് തമിഴ്നാട്ടിലേക്ക് എത്തുന്ന വിവരം പ്രതികൾക്ക് മുൻകൂട്ടി ലഭിച്ചതാവാം ഇതിന് കാരണമെന്ന് പോലീസ് കരുതുന്നു. ഇതിനാൽ തന്നെ ജനുവരി 4, 5 തീയതികളിൽ തിരുവനന്തപുരത്ത് ഹാജരാകാൻ മണിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായി ഈ കേസ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചതിന് കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറി. താൻ പുറത്തുവിട്ടത് ഔദ്യോഗിക വീഡിയോയിൽ നിന്നുള്ള ചിത്രങ്ങളാണെന്നും AI നിർമ്മിതമല്ലെന്നും സുബ്രഹ്മണ്യൻ അവകാശപ്പെടുന്നു. മറുവശത്ത് സോണിയാഗാന്ധിക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രങ്ങൾ CPM അനുകൂലികൾ പ്രചരിപ്പിച്ചതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ ചേരിതിരിവിന് കാരണമായിരിക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരുമിച്ച് വിമാനത്താവളത്തിൽ ഇരിക്കുന്ന ചിത്രം പുറത്തുവിട്ടുകൊണ്ട് മുൻ മന്ത്രി ഷിബു ബേബി ജോൺ രംഗത്തെത്തിയത് സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ സൗഹൃദ സംഭാഷണത്തിന് പിന്നിലെ താല്പര്യം എന്താണെന്നും ശബരിമലയിലെ സ്വർണം കടത്തപ്പെട്ട കാലത്തെ മന്ത്രിയായിരുന്നു കടകംപള്ളി എന്നതും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോകളിൽ നിന്നുള്ള ഭാഗങ്ങൾ തന്നെയാണോ ഇതെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. പൊതുപ്രവർത്തകരുമായി സാധാരണക്കാർ ഫോട്ടോ എടുക്കുന്നത് സ്വാഭാവികമാണെങ്കിലും ഇവിടെ അങ്ങനെയല്ലെന്നും ഇവർ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഈ അന്വേഷണം വഴിതിരിച്ചുവിടാനാണോ പോലീസ് ശ്രമിക്കുന്നതെന്ന സംശയവും സമാന്തരമായിട്ട് ഉയരുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിലെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണോ ഡിണ്ടിഗലിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ശബരിമല സ്വർണ്ണക്കടത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഡി മണിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും കൂടുതൽ സത്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണത്തോട് സഹകരിക്കാത്ത മണിയുടെ നിലപാട് പോലീസിനെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്.
നിലവിലെ സാഹചര്യത്തിൽ SITയുടെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കേസ് ഹൈക്കോടതി ഇടപെടലിലൂടെ CBIക്ക് കൈമാറാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. വിദേശ വ്യവസായിയുടെ വെളിപ്പെടുത്തലുകൾക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഏതായാലും ഡി മണി എന്ന MS മണി ജനുവരിയിൽ തിരുവനന്തപുരത്ത് ഹാജരാകുമ്പോൾ അദ്ദേഹം നടത്തുന്ന നിർണായകമായ വെളിപ്പെടുത്തലുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. സ്വർണ്ണ കവർച്ചയും വിഗ്രഹക്കടത്തും തമ്മിലുള്ള കണ്ണി വേർതിരിക്കപ്പെടുകയും ഉന്നതർക്ക് ഇതിലുള്ള പങ്ക് വ്യക്തമാവുകയും ചെയ്താൽ കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കേസുകളിലൊന്നായിട്ട് ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.